സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന, അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദിക്കാം. അത് ചോദിച്ചൊരു ചോദ്യം, മുറിവിൽ പഴുപ്പാണ് എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ പരമായിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളും സെൻറ്റൻസുകളെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ചോദ്യം തീർച്ചയായിട്ടും അത് ഉത്തരം പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കമൻറ്റിൽ എഴുതി, എനിക്ക് ഇമെയിൽ ചെയ്തു, ഫേസ്ബുക്കിൽ ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും പറയാനാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഈ മുറിവ് എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്ന വൂണ്ട് എന്നാണ് പറയുന്ന വൂണ്ട്. ഓക്കെ, വൂണ്ടിന് മുറിവ്, കുരു, വ്രണം എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. മറ്റൊന്ന് ഇഞ്ചുറി, നമുക്കറിയാം, ഇഞ്ചുറി കേട്ടിട്ടുണ്ടല്ലോ. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പരിക്കെന്നാണ് അർത്ഥം. ഓക്കെ, മുറിവിനെ വൂണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ പഴുപ്പിന് ഇംഗ്ലീഷിൽ പറയുന്നത് പസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലരൊക്കെ ഡിസ്ചാർജ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ളത് പസ് ആണ്. പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പെന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും നീര് വന്നല്ലേ, ഇങ്ങനെ പിന്നെ ഈ ചിലപ്പോഴ ഒരു മുറിവ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ നീരൊക്കെ വരാറുണ്ട്. അപ്പോൾ നീരിനെന്താണ് പറയുന്നത് ഇംഗ്ലീഷിൽ? ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ വേദനയോടെ ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുന്നതിനൊക്കെ ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഓക്കെ, മറ്റൊന്നാണ് പസ് ഈസ് എ സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, എന്താണ് പസ് എന്ന് പറഞ്ഞത്? ഈ ഒരു സൂചനയാണ്. എന്തിൻ്റെ സൂചനയാണ്? അണുബാധ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്ടേഴ്സ് യൂഷ്വലി പ്രിസ്ക്രൈബ് ആൻ ആൻറ്റിബയോട്ടിക് ആൻഡ് ആൻ ഓയിൻമെൻറ്റ് ഫോർ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, എന്താണ് ഇങ്ങനെ സാധാരണ വന്നാൽ പസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് യൂഷ്വലി സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലേ, നമുക്ക് കുറിപ്പടി തരാറുണ്ട്. ആൻ ആൻറ്റിബയോട്ടിക്, എന്തൊക്കെയാണ്? ഒരു ആൻറ്റിബയോട്ടിക് തരാറുണ്ട്. ആൻഡ് ആൻ ഓയിൻമെൻറ്റ് തരാറുണ്ട്. എന്തിനു വേണ്ടി? ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ. ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സാധാരണ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുന്ന ഒരു എന്താണ് അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോഴേ ശ്രദ്ധിക്കുക, അതാണ് ഈ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോഴേ പ്രത്യേക സ്ഥലത്ത്, നമുക്ക് മുറിവ് ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ഈ ഓയിൻമെന്റ് പറ്റാറില്ലേ, ദേഹം മുഴുവൻ നമ്മൾ ഓയിൻമെന്റ് പറ്റാറില്ലല്ലോ. അതാണ് ഒരു ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയണം, അവൻ്റെ കാലയിൽ ഒരു മുറിവ് പഴുത്തിരിക്കുകയാണ് എന്നങ്ങനെയാണ് പറയുന്നത്. ഹി ഹാസ് ഗോട്ട് വൂണ്ട് വിത്ത് പസ് എന്നാണ് പറയുന്നത്. ഹി ഹാസ് ഗോട്ട്, ഓക്കെ, ഹി ഹാസ് ഗോട്ട് വൂണ്ട് വിത്ത് പസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മുറിവിൽ പഴുപ്പുന്നത് എന്താണ്? വൂണ്ട് വിത്ത് പസ് ആണ്. ഓക്കെ, അവിടെ ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ കാലിലുള്ള മുറിവ് പഴുത്തിരിക്കുകയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.